എല്ലാവർക്കും നമസ്കാരം. അടിപൊളി വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്നേരം നമ്മളിപ്പം ഇന്നിപ്പം ട്രാവൽ വീഡിയോ ഒന്നും അല്ല, ചെറിയൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന ഇപ്പം ടിക്ടോക്ക് വഴി ലോകം മൊത്തം ഫേമസ് ആയിട്ടായിക്കുന്ന ഫുൾജാർ സോഡ വൈറലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം എല്ലായിടും എവിടെ പോയാലും ഫുൾജാർ സോഡയുടെ ആണ്. ടിക്ടോക്കിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും എല്ലാത്തിലും വീഡിയോയും അതിൻ്റെ കാര്യങ്ങളാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം നമ്മളും നാടൻ സ്റ്റൈലിൽ പത്തനംതിട്ട സ്റ്റൈലില്ലേ, അത് തന്നെ പത്തനംതിട്ട സ്റ്റൈലിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അടിപൊളി ഒരു ഫുൾജാർ സോഡ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. അന്നേരം കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ അതിനിപ്പുറം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കണോടെ ഇനേബിൾ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വ്യത്യസ്തമായ കാഴ്ചകൾ ഇനിയും തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, നമ്മൾ ആ വീഡിയോയിലോട്ട് പോയേക്കാം അല്ലേ. ഓക്കെ, പത്തനംതിട്ട സ്റ്റൈലിൽ നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ഫുൾജാർ സോഡ ഉണ്ടാക്കാമെന്നുള്ള ആദ്യം അതിൻ്റെ വേണ്ട ഐറ്റംസ് ഇതൊക്കെയാണ്. ഈ സംഭവം നമ്മൾ പഞ്ചസാര പൊടിച്ച് പൗഡറാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഉപ്പ്, ബീട്രൂട്ട്, ചുവന്ന കളറുള്ള ഫുൾജാർ സോഡ ഉണ്ടാക്കാനാണെങ്കിൽ ബീട്രൂട്ട് വിപണിയിൽ നമ്മൾ ഓൾറെഡി കളറൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അന്നേരം കളറൊന്നും നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. നാച്ചുറലായിട്ട് ബീട്രൂട്ട് വേണ്ട നല്ലപോലെ അടിച്ച് പൾപ്പാക്കി അതിൻ്റെ ഇതെടുത്തേക്കും, എസൻസ് എടുത്തേക്കും. അന്നേരം അതാണ് സംഭവം. പിന്നെയുള്ളത് പുതിനയില, പച്ച കളറിന് വേണ്ടി പുതിനയില അരച്ച് അതിൻ്റെ പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ അതൊന്ന് അരിച്ചെടുത്ത് വെള്ളം പോലെ എടുത്തേക്കാണ്. എസൻസിൻ്റെ വേറെ ഇഞ്ചി ചതച്ചത്, ഇഞ്ചി ചതച്ചതിൻ്റെ പേസ്റ്റ് ആക്കി ഫ്ലേവറായിട്ട് ആയിട്ടിരിക്കുന്നു. പിന്നെ എല്ലായിടത്തും ഇടുന്നതാണ് കസ്കസ്. വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് നല്ല സെറ്റപ്പായിട്ടിരിക്കുകയാണ് കസ്കസ്. പിന്നെ വേണ്ടത് ഇതിൻ്റെ ആവശ്യത്തിനുള്ള നാരങ്ങ, പച്ചമുളക്. ഫുൾജാർ സോഡയിൽ മെയിൻ ഒരു ഐറ്റമാണ്. ചെറിയ ഗ്ലാസ്സിനകത്ത് കുഞ്ഞു ഗ്ലാസ് ഇടുന്ന സംഭവം, കുഞ്ഞു ഗ്ലാസ്. അത് മാത്രമല്ല, ഇപ്പോൾ എവിടെ ചെന്നാലും കടകളിലുള്ള ഈ ചെറിയ ഗ്ലാസ് ഭയങ്കരമായിട്ട് വിലയുണ്ട് കേട്ടോ. അത്യാവശ്യം ഇപ്പം ഈ കുഞ്ഞു ഗ്ലാസ്സിന് 25 മുതൽ മേപ്പോട്ട് വിലയുണ്ട്. വലിയ ഗ്ലാസ് ഇതിൻ്റെ ചകളോട് വലിപ്പമുള്ള 45 രൂപ വരെ ഗ്ലാസ്സിന് വിലയാണ്. ഈ ഗ്ലാസ്സിനാണെങ്കിൽ 50 രൂപ 60 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ കിട്ടും. ആടും തമ്മിലുള്ള വലിയ വ്യത്യസ്തത. എന്നെങ്കിലും വിലയിൽ ഇതിനാണ് മുന്നേ നിൽക്കുന്നത് ഈ മൂല്യം നോക്കിയാൽ. പിന്നെ ഉള്ളത് വേണ്ടത് സോഡ. 1 ലിറ്റർ സോഡയുണ്ട് ലാവിഷായിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഇന്ന് ഫുൾജാർ സോഡ ഇന്ന് ഉണ്ടാക്കുന്നതാണ്. അന്നേരം നമ്മൾ അതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. അന്നേരം വേണ്ട നാരങ്ങ ആദ്യം മുറിക്കാം. നമുക്ക് മുളകും നമുക്ക് നടുക്കാട്ട് കീറാം. നടുക്കാട്ട് കീറി നമുക്ക് വേണ്ട എരി കൂടുതൽ വേണ്ടവർക്കൊക്കെ നല്ല രീതിയിൽ വലിയ മുളകൊക്കെ ഇടാം. ഒരു മുളക് ഇടണമെന്ന് നമ്മൾ പറയത്തില്ല, എരി നല്ലൊരു കാണും. പിന്നെ ഉള്ളത് അരമുളകായാലും മതി. അതിന് ഇഞ്ചി അടിച്ചതിൻ്റെ പൾപ്പുണ്ട്, അന്നേരം അതിൻ്റെയും എരി കാണും. ആവശ്യമുണ്ടെങ്കിൽ ഇടാവും. അന്നേരം ഗ്ലാസ് ചെറുതെടുത്തു. നല്ലൊരു നാരങ്ങ, വലിയ നാരങ്ങ ആയിക്കോട്ടെ, ഒന്ന് പിഴിയാം. ചെറിയ ഗ്ലാസ്സിനകത്ത് നാരങ്ങ പിഴിയുന്ന സംഭവം കയ്യിലുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ എടുത്തില്ല. നമ്മളെ കൈക്ക് കൊണ്ട് തന്നെ പിഴിയാം. പിന്നെ നമ്മൾ നല്ല നീരുള്ള നാരങ്ങ മാർക്കറ്റിൽ പോയി പറഞ്ഞു വാങ്ങിച്ചാൽ. അന്നേരം നല്ല നാരങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ലൈമിൻ്റെ നല്ല ഫീലിംഗ് ആയിരിക്കും. 1/4 ഗ്ലാസ്, ഈ കൊച്ചു ഗ്ലാസ് 1/4 ഗ്ലാസ് നല്ല നീരുള്ള നാരങ്ങ. അതുകൊണ്ട് പകുതി പിരിഞ്ഞപ്പോൾ തന്നെ ഇത്രയുണ്ട്. ഒരെണ്ണം പിഴിഞ്ഞാലും ഏകദേശം ഇത്രയോളം വന്നതിന് അത്രയും പിഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇഞ്ചിയുടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് പോലെ വെള്ളം പോലെ 1 ടേബിൾ സ്പൂണ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കളറിന് വേണ്ടി നമ്മൾ പുതിനയില അരച്ചത് കൊണ്ട് നമ്മൾ വിപണിയിലൊക്കെ പോയി കളർ വാങ്ങിച്ച് ഇതിനുവേണ്ടി കളർ ഫേവർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പുതിനയില അരച്ചത് കൊണ്ട് പച്ച കളറിന്. പിന്നെ ബീട്രൂട്ടിൻ്റെ ചുവന്ന പാതി എടുക്കാമല്ലേ, എറിപ്പായിക്കോട്ടെ. 1 ടേബിൾ സ്പൂണ് ബീട്രൂട്ടിൻ്റെ വെള്ളം തന്നെ ചുവപ്പായിട്ടുണ്ട്, സെറ്റപ്പായിട്ടുണ്ട്. പിന്നെ ഉള്ളത് പഞ്ചസാര വേണ്ടേ, പഞ്ചസാര ആവശ്യത്തിന് മധുരം വേണ്ടവർക്ക് ആവശ്യത്തിന് ഇടാം. അന്നേരം നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടേക്കാം അല്ലേ. 1.5 ടേബിൾ ഉണ്ടാകും, കാരണം മധുരം വേണമല്ലോ. 1 ഗ്ലാസ് സോഡ വെള്ളത്തിൽ വേണമല്ലോ. അന്നേരം നമ്മൾ വേണ്ട 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നല്ലപോലെ കലക്കി നല്ലതാണ്. കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ എളുപ്പം അവർ ഉണ്ടാക്കി തരും. ഇതൊന്നും അവരൊന്നും സമയം നോക്കത്തില്ല. പച്ചമുളകുണ്ട്, പച്ചമുളക് നമുക്കൊന്ന് മുറിച്ചിടാം. ചെറിയ ആയിക്കൊണ്ട് തന്നെ നമുക്ക് പച്ചമുളക് ഒന്ന് മുറിച്ച് ഇടാം. ഇനി നമുക്ക് 3 മുറിച്ച് ഇതിട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതിൻ്റെ അകത്ത് കസ്കസ് ഇടണം. നമ്മൾ വെള്ളത്തിലിട്ട് കൂത്ത് പോലെ സെറ്റപ്പാക്കിയിട്ടുണ്ട്. അത് 1 ടീസ്പൂൺ കസ്കസ് മതി. 1 സ്പൂണിൻ്റെ കസ്കസിൻ്റെ ആവശ്യമുള്ളൂ. 1/2 സ്പൂൺ ഉപ്പ് ഇടും. ഈ ഉപ്പിലാണ് ഈ സാധനം പൊങ്ങി വരുന്നതിൻ്റെ ഒരു കണക്ക്. അന്നേരം അതിട്ട് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, അടുത്ത ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്രീൻ കളറിൽ ഉള്ള ഫുൾജാർ സോഡ ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം 1 ടേബിൾ സ്പൂണ് ഇഞ്ചി നീര് എടുത്തിട്ടുണ്ട്.
പിന്നെ പുതിന അരച്ച പച്ച കളറിന് പുതിനയുടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് വരുന്നത് പഞ്ചസാര ഒരു വലിയ ടേബിൾ സ്പൂണിന് 1.5 ഇടാം. മധുരം പിന്നെ ആവശ്യമുള്ളവർ പിന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 1.5 ഇട്ട് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂണോളം നമ്മൾ പഞ്ചസാര പൗഡർ അടിച്ച് വെച്ചേക്കുന്നത് അത് തന്നെ ഇട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ചെറുനാരങ്ങ പകുതി പിഴിയുക. നമ്മൾ ആദ്യം മുമ്പേ പിഴിഞ്ഞ്, ഇപ്പം ഇതിൻ്റെ ഒന്ന് പിഴിഞ്ഞേക്കാം. പിന്നീടുള്ളത് കസ്കസാണ്. കസ്കസ് തന്നെ നമുക്കിടാം. നല്ല ഒരു ടീസ്പൂണ് കസ്കസ് കണ്ടിട്ടിട്ടുണ്ട് നമ്മൾ. അത് പച്ചമുളക് അരിഞ്ഞ് ഇതിൻ്റെ ആവശ്യമില്ല. അതുതന്നെ ഒരു പച്ചമുളക് ഇട്ടു. ഇനി ഉപ്പ് ഒരു പകുതി ഉപ്പ് ഇട്ടേക്കാം. അത് അര ടീസ്പൂണാണ് ഉപ്പ് ഇട്ടേക്കുന്നത്. 2 കളറി 2 ഫ്ലേവറി സാധനമായിട്ടുണ്ട്. ഗ്ലാസ് എടുത്ത് അതിനകത്തൊക്കെ സോഡ വറയ്ക്കാവുന്ന ഒരു പൊസിഷനാണ്. അടുത്ത 2 ഗ്ലാസ് നമ്മുടെ ഇരിപ്പുണ്ട്. അതിനകത്തേക്ക് ഒരു 3/4 ഗ്ലാസോളം സോഡ എടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇട്ട് നോക്കാൻ പോകണം, എന്താണെന്ന് അറിയത്തില്ല. കിടു സൂപ്പർ. നല്ല മുളകിൻ്റെ എരിയുണ്ട്, ഒരു രക്ഷയില്ല. ഒന്ന് വിവരം ചെയ്തിട്ടുണ്ട്. അടുത്ത ഞാൻ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇടുവാണ്. അടിപൊളി സംഭവം, സൂപ്പർ. എരിയും എൻ്റെ പരുവത്തിലാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. എളുപ്പ ചിലവാണ്. അടിപൊളി കളറിൽ തന്നെ നമ്മൾ 2 ഫ്ലേവറിലാണ് ചെയ്തിരിക്കുന്നത്. വലിയ ചിലവ്, നിസ്സാരം ചിലവിലാണ് നമ്മളിപ്പോൾ ഫുൾജാർ സോഡ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യണം. എന്നെങ്കിലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തത്തുള്ളൂ. അന്നേരം അടുത്ത ദിവസങ്ങളിൽ വ്യത്യസ്തമായ ഒരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്ക് സൈൻ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഇതൊന്ന് കുടിച്ചിട്ട് സൈൻ ഓഫ് ചെയ്യണേ. അത് സൈൻ ഓഫ് ബൈ ഓൺലൈൻ ട്രാവൽ ടെക് ബൈ സി. അതായത് ഇത് കുടിക്കാം. സൂപ്പർ, അടിപൊളി. ഇഞ്ചിയുടെയൊക്കെ നല്ല എരിവൊക്കെ ഉണ്ട്. ഒരു വേറെ ഫ്ലേവറാണ്.